ഇവിടെ പറയാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ജിയോമെട്രിക്കകത്ത് നമ്മൾ ഒക്ടൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. ആ ഒക്ടൻസ് എന്താണ് എന്നൊക്കെയുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം 2 ഡയമെൻഷണൽ ജിയോമെട്രിയിൽ ആരൊക്കെയുണ്ട്? എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് ഉള്ളത്. അപ്പം നമുക്കവിടെ 4 ക്വാഡ്രൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ 0, 1, 2, 3, -1, -2, -3, 1, 2, 3, -1, -2, -3 ഇങ്ങനെ. ഇത് എക്സ് ആക്സിസ്. അപ്പോൾ ഇത് എക്സ് നെഗറ്റീവ് സൈഡ് എക്സ് ഡാഷ്, ഇത് വൈ ആക്സിസ് വൈ നെഗറ്റീവ് സൈഡ് വൈ ഡാഷ്, ഇവിടെ ഒറിജിൻ ഉണ്ട്. അപ്പം ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ നമ്മുടെ പ്ലെയിനിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രൻസ്. എത്ര ക്വാഡ്രൻസ് ഉണ്ട് ഇവിടെ? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ക്വാഡ്രൻസ്. ഇനി നമ്മൾ ഈ ക്വാഡ്രൻ്റ് അകത്തൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം 3, 2 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ 3, 2ൻ്റെ പ്രത്യേകത എന്താ? രണ്ടുപേരും പ്ലസ് സൈൻ ആയിരിക്കും. അപ്പം ഈ ക്വാഡ്രൻറ്റിൽ കിടക്കുന്ന പോയിന്റുകളുടെ സിമ്പിൾ ജനറലായിട്ട് എന്താ? പ്ലസ് പ്ലസ് ആയിരിക്കും. അപ്പം ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ് പ്ലസ് ആയിരിക്കും സിമ്പിൾ. ഇപ്പുറത്തെ ക്വാഡ്രൻറ്റിലാണെങ്കിലോ മൈനസ് പ്ലസ് ആയിരിക്കും. എക്സ് ആക്സിസ് മൈനസും വൈ ആക്സിസ് പ്ലസും. ഇവിടെ ആണെങ്കിലോ ഇവിടെ രണ്ടും മൈനസ് ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ എക്സ് പ്ലസും വൈ മൈനസും ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ 4 സിമ്പിൾസ് വരുന്നത്. ഇനിയും അപ്പം നമുക്കിവിടെ ഉള്ളത് 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. 3 ആക്സിസ് ഉണ്ട്. ഈ 3 ആക്സിസ് കൂടെ നമ്മുടെ പ്ലെയിനിൽ സ്പേസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 8ആയിട്ട് ഡിവൈഡ് ചെയ്യും. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വി ആക്സിസ്, ഇങ്ങനെ മുന്നിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആക്സിസ് ആണ് എക്സ് ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ സൈഡ് ടു സൈഡ് വരുന്ന ആക്സിസ് ആണ് വൈ ആക്സിസ്. അപ് ടു ഡൗൺ പോകുന്ന ആക്സിസ് ആണ് ഇസഡ് ആക്സിസ്. ഫ്രണ്ട് ടു ബാക്ക് എക്സ്, സൈഡ് ടു സൈഡ് വൈ, അപ് ടു ഡൗൺ ഇസഡ്. അങ്ങനെ ആക്സിസ് വരുന്നത്. അപ്പം ഇത് ആണെങ്കിൽ ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് പറയും. ഇത് നമ്മുടെ ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കാം. ഇതിവിടെ വൈറ്റ് ബോർഡ്, ഇവിടെ ടീച്ചർ നിൽക്കുന്നു. ഇത് നമ്മുടെ പുറത്തേക്കുള്ള വിൻഡോ, ഇല്ല തോട്ടിലേക്കുള്ള വിൻഡോ, ആ വിൻഡോ. അങ്ങനെ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഒക്ടൻ്റ്, നമ്മുടെ ക്ലാസ് റൂം ഫസ്റ്റ് ഒക്ടൻ്റ്. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പുറകിൽ ഒരു ക്ലാസ് റൂം ഉണ്ടെങ്കിൽ സെക്കൻഡ് ഒക്ടൻ്റ്, ഇപ്പുറത്തെ ക്ലാസ് റൂം ഉണ്ടെങ്കിൽ തേർഡ് ഒക്ടൻ്റ്, ഫോർത്ത് ഒക്ടൻ്റ്. അപ്പം 4 ഒക്ടൻസ് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടുന്ന് ഇതിൻ്റെ നേരെ താഴെ സ്റ്റാർട്ട് ചെയ്തത് 5th, 6th, 7th, 8th, അങ്ങനെ 4 ഒക്ടൻസ്. മൊത്തം 8 ഒക്ടൻസ് ആണ് നമുക്കുള്ളത്. അപ്പം എത്ര ഒക്ടൻസ് നമുക്കുണ്ട്? ഫസ്റ്റ് ഒക്ടൻ്റ്, സെക്കൻഡ് ഒക്ടൻ്റ്, തേർഡ് ഒക്ടൻ്റ്, ഫോർത്ത് ഒക്ടൻ്റ്, 5th, 6th, 7th, 8th, മൊത്തം 8 ഒക്ടൻസ് ആണ് നമുക്കുള്ളത്. ഇനി ഫസ്റ്റ് ഒക്ടൻ്റ് നോക്കുകയാണെങ്കിൽ ഈ മുന്നോട്ടുള്ളത് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. അപ്പം എക്സ് പോസിറ്റീവ്, ഇങ്ങോട്ട് പോസിറ്റീവ്, അങ്ങോട്ട് നെഗറ്റീവ്, മേലിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. എന്താ പറയുക? ഫസ്റ്റ് ഒക്ടൻ്റിന് എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്, ഇസഡ് പോസിറ്റീവ്. സെക്കൻഡ് ഒക്ടൻ്റിലാവുമ്പോഴോ വൈ പോസിറ്റീവ് ആണ്, ഇസഡും പോസിറ്റീവ് ആണ്, പക്ഷെ എക്സ് നെഗറ്റീവാണ്. എക്സ് പുറകോട്ടല്ലേ പോകുന്നത്, എക്സ് നെഗറ്റീവാണ്. അപ്പം എക്സ് നെഗറ്റീവ്, മറ്റേ രണ്ടും പോസിറ്റീവ്. ഒരു ഫസ്റ്റ് ക്വാഡ്രൻ്റിലെല്ലാം പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ വരും ഒക്ടൻ്റിൽ, ഇവിടെ വരുമ്പോഴോ എക്സ് നെഗറ്റീവ്, വൈ നെഗറ്റീവ്, ഇസഡ് പോസിറ്റീവ്. അപ്പം നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഇവിടെ വരുമ്പോഴോ എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ്, ഇസഡ് പോസിറ്റീവ്. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ്. അതുപോലെ താഴേക്ക് വരുമ്പോൾ എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്, ഇസഡ് പക്ഷേ നെഗറ്റീവ്. അപ്പോൾ ഇത് വരും. അങ്ങനെയാണ് നമ്മുടെ 8 ഒക്ടൻസിൻ്റെ സിമ്പിൾ വരുന്നത്. ഇനി 8 ഒക്ടൻസിൻ്റെ സിമ്പിൾ വരുമ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും ഇസഡ് മേളിലേക്കല്ലേ, ഇസഡ് മേളിലേക്കാകുമ്പോൾ ഇസഡ് പോസിറ്റീവാണ്. എവിടെ? ഫസ്റ്റ് ഒക്ടനിലും സെക്കൻഡ് ഒക്ടനിലും തേർഡ് ഒക്ടനിലും ഫോർത്ത് ഒക്ടനിലും മേളിൽ 4 എടുത്ത് ഇസഡ് പോസിറ്റീവാണ്. പക്ഷെ ഇവിടെ താഴേക്ക് ഇസഡ് വരുന്നത്. അപ്പം താഴത്തെ 4 എടുത്ത് ഇസഡ് നെഗറ്റീവാണ്. അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ മേലത്തെ ഒക്ടൻ്റാണ് താഴത്തെ ഒക്ടൻ്റാണോ എന്നൊക്കെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യും. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളായിട്ടൊരു മെത്തേഡുണ്ട്. അത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ സൈൻ എന്താ? പ്ലസ് പ്ലസ് അല്ലേ. അപ്പം
പ്ലസ് പ്ലസ് വരും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൻ്റെത് മൈനസ് പ്ലസ് അല്ലേ, അപ്പോൾ മൈനസ് പ്ലസ് വരും. തേർഡിൻ്റെത് മൈനസ് മൈനസ് വരും. ഫോർത്തിൻ്റെത് പ്ലസ് മൈനസ് വരും. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി നമ്മൾ പറഞ്ഞു മേളത്തെ 4 ഒക്ടൻസിൽ ഇസഡ് പ്ലസ് അല്ലേ, അപ്പം പ്ലസ് 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 പ്ലസ്. താഴത്തെ 4 ഒക്ടൻസിൽ 5, 6, 7, 8 ഇസഡ് മൈനസാണ്. അപ്പോൾ മൈനസ് 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 ഇങ്ങനെയായിരിക്കും നമ്മുടെ സൈൻ വരുന്നത്. ഇത് കുറച്ചുകൂടെ നീറ്റാക്കി എഴുതാം. പ്ലസ് മൈനസ് പ്ലസ്. ഇനി നമ്മൾ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. തേർഡ് ക്വാഡ്രൻറ്റിൽ ഒക്ടൻറ്റിൽ ഏതാ സൈൻ വരുന്നത്? മൈനസ് മൈനസ് പ്ലസ്. കണ്ടോ, മൈനസ് മൈനസ് പ്ലസ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ ഇതാ വരുന്നത്. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളോട് ഒരു പോയിന്റ് തരുക 2, 3, 5. ഇത് ഏത് ഒക്ടനിലാണെന്ന് ചോദിച്ചാൽ ഏത് ഒക്ടനിലാണ്? പ്ലസ് 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 വരുന്നത് ഏത് ഒക്ടനിലാണ്? 3 പ്ലസ് വരുന്നത് ഫസ്റ്റ് ഒക്ടനിലാണ്. അപ്പോൾ ഇത് ഏത് ഒക്ടനിലാണ് കിടക്കുന്നത്? ഫസ്റ്റ് ഒക്ടനിലാണ് കിടക്കുന്നത്. ഇനി 2-3 എക്സാമ്പിൾസ് കാണിക്കാം. ഇപ്പം -2, 3, 5, അതുപോലെ -2, -3, 5, അതുപോലെ 3, 2, -5, അതുപോലെ -3, -2, -5. ഇതൊക്കെ ഏത് ഒക്ടനിലാണെന്ന് നോക്കാനായിട്ട് നമ്മൾ ആദ്യം ഇസഡിൻ്റെ സൈൻ നോക്കിയാൽ മതി. ഇസഡിൻ്റെ സൈൻ നോക്കുമ്പോൾ ഇത് പ്ലസ് ആണെങ്കിൽ ഇപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് പോലെ വീണ്ടും റെപ്പിറ്റേഷൻ വരുവാന്നല്ലേ പറഞ്ഞത്. 5, 6, 7, 8 ഇങ്ങനെ എഴുതുക അടുത്ത ഒക്ടൻസ്. അപ്പം ഇവിടെ ഈ പോയിന്റ് ഏത് ഒക്ടനിലാണെന്ന് അറിയാൻ ആദ്യം ഇസഡിൻ്റെ വാല്യൂ നോക്കും. അപ്പം ഇവിടെ ഇസഡ് പ്ലസ് ആണെങ്കിൽ ആദ്യത്തെ 4 ഒക്ടൻസിൽ ഒരാളായിരിക്കും. അപ്പം നമ്മൾ ഇവിടുത്തെ സൈൻ വെക്കും മൈനസ് പ്ലസ് ആദ്യത്തെ ഗ്രൂപ്പിൽ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത് മൈനസ് പ്ലസ്. അപ്പോൾ ഇത് ഏത് ഒക്ടൻ്റ്? സെക്കൻഡ് ഒക്ടൻ്റ്. ഇനി ഇവിടെ ഇസഡിൻ്റെ സൈൻ നോക്കുമ്പോൾ പ്ലസ് ആണ്, മൈനസ് ആണ്. പ്ലസ് ആകുമ്പോൾ ഫസ്റ്റ് 4 ഗ്രൂപ്പിൽ ഒരാളായിരിക്കും. മൈനസ് വരുമ്പോൾ ഫസ്റ്റ് 4 ഗ്രൂപ്പിലെ ആളെന്ന് പറയുമ്പോൾ തേർഡ് ഒക്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തേർഡ് ഒക്ടൻ്റ് കിട്ടി. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇസഡ് മൈനസ് ആണെങ്കിൽ ഈ സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും. ഇസഡ് മൈനസ് ആകുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലാണ്, പക്ഷെ പ്ലസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ 5, 6, 7, 8 പ്ലസ് വരുന്നത് എവിടെ? 5. അപ്പം ഇത് ഫിഫ്ത്ത് ഒക്ടനിലായിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ മൈനസ് ആണ്, മൈനസ് വരുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ്. 5, 6, 7, 8 മൈനസ് വരുന്നത് എവിടെയാണ്? 7th ഒക്ടനിൽ. അപ്പോൾ ഇത് ഏത് ഒക്ടൻ്റ്? 7th ഒക്ടൻ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഒക്ടൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് റഫായിട്ട് ഇപ്പം നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ഇങ്ങനെയല്ലേ വരുന്നത്? പോസിറ്റീവ് ഡയറക്ഷൻ മാത്രമാണ് വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഒക്ടൻ്റിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ എക്സ് പോസിറ്റീവാണ്, വൈ പോസിറ്റീവാണ്, മേളിലേക്ക് ഇസഡും പോസിറ്റീവാണ്. ഈ ഒക്ടനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇത് നമ്മുടെ ക്ലാസ് റൂം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ വൈറ്റ് ബോർഡ് ഉണ്ട്, ഇത് നമ്മുടെ ജനൽ, ഇതാണ് നമ്മുടെ ഫ്ലോർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര പ്ലെയിൻസ് ഉണ്ട്? എക്സ് ആക്സിസും ഇസഡ് ആക്സിസും കൂടെ ചേരുന്ന പ്ലെയിൻ, ഈ നേവി ബ്ലൂ കളറിലെ പ്ലെയിൻ ആണ് എക്സ് ഇസഡ് പ്ലെയിൻ. ഈ നമ്മുടെ ഫ്ലോർ ഉണ്ടല്ലോ, ഈ സ്കൈ ബ്ലൂ കളറിലുള്ള പ്ലെയിൻ, എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലേ ആ പ്ലെയിനായി കിടക്കുന്നത്. അപ്പോൾ ഇത് XY പ്ലെയിനാണ്. ഇനി നമ്മുടെ ഓറഞ്ച് പ്ലെയിൻ ഉണ്ടല്ലോ, ഇസഡ് ആക്സിസും പിന്നെ വൈ ആക്സിസും കൂടെയാണ് ഓറഞ്ചിൽ കിടക്കുന്നത്. അപ്പോൾ അത് ZY പ്ലെയിനാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഈ ഒരു ഇതെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എക്സും ഇസഡും കൂടെ വരുമ്പോൾ XZ പ്ലെയിന്, ഫ്ലോറിൽ എക്സും വൈയും കൂടെ വരുമ്പോൾ XY പ്ലെയിന്, ഓറഞ്ച് വൈയും ഇസഡും കൂടെ വരുമ്പോൾ YZ പ്ലെയിന്. ഇനി നമ്മളടുത്ത് പറയാൻ പോകുന്നത്, നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ഒക്ടനിൻ്റെ അകത്ത് ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അതിനത് ഇങ്ങനെ എടുക്കാം. ഒരു പോയിന്റ് നമ്മുടെ ഫസ്റ്റ് ഒക്ടനിൻ്റെ അകത്തൊരു പോയിന്റ്, ഒരു പോയിന്റിൻ്റെ
കോർഡിനേറ്റ്സ് എക്സ് വൈസിൽ ഉണ്ടാവുമല്ലോ. 2 ഡയമെൻഷനിൽ നമുക്ക് എക്സ് വൈ കോർഡിനേറ്റ് ഉള്ളത്, അതുപോലെ 3 ഡയമെൻഷനിൽ നമുക്ക് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഇസഡ് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ആരാ? ഈ പോയിന്റ് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ പോഡിയം ഇരിക്കുന്നതെന്ന് വെച്ചാൽ പോഡിയത്തിന് മേലിൽ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, അതിൻ്റെ പൊസിഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഇവിടെ നിന്ന് നമ്മൾ നടന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ദൂരം എടുക്കും, ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഫ്ലോറിൽ കൂടെ നടന്നാലല്ലേ നമുക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. അതായത് വൈ ആക്സിസിന് പാരലായിട്ട് നമ്മൾ അകത്തേക്ക് നടന്നു. അപ്പോൾ ഇത് എത്ര ദൂരം കവർ ചെയ്തു, അതായത് വൈ ആക്സിസിൽ എത്ര ദൂരം കവർ ചെയ്തു, അതാണ് ഈ വൈ കോർഡിനേറ്റ്. എന്നിട്ട് നമ്മൾ മേളിലേക്ക് നടന്നാലേ നമുക്ക് ഈ പോയിന്റിൽ എത്താൻ പറ്റുള്ളല്ലോ. അപ്പം മേളിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഇസഡ് ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ് പോയി, അതാണ് ഇസഡ്. മുന്നോട്ട് വരുന്നത് എക്സ്, ഇങ്ങോട്ട് വരുന്നത് ഇസഡ്, മേളിലേക്ക് വരുമ്പോൾ വൈ, മേളിലേക്ക് വരുമ്പോൾ ഇസഡ്. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 2 3 5. ഇത് ഫസ്റ്റ് ഓക്ടന്റ് എല്ലാവരും പ്ലസ് ആണല്ലോ. 2 3 5 പ്ലസ്. ഇനി ഈ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങോട്ടേക്ക് നടന്നപ്പോൾ 2 യൂണിറ്റാണ് നടന്നത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 2 യൂണിറ്റ് നടന്നപ്പോൾ 2 എന്ന് വന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു, ഇങ്ങോട്ടേക്ക് എത്ര യൂണിറ്റാണ് നടന്നത്? വൈ ആക്സിസിന് പാരലായിട്ട് 3 യൂണിറ്റ് നടന്നു, ഇപ്പം 3. എന്നിട്ട് നമ്മൾ മേളിലേക്ക് നടന്നു, ഇസഡ് ആക്സിസിന് പാരലായിട്ട് മേളിലേക്ക് നടന്നു. അപ്പോൾ എത്ര യൂണിറ്റ് നടന്നു? 5 യൂണിറ്റ് നടന്നു. അപ്പോൾ പോയിന്റ് 2 3 5 എന്ന് വന്നു. ഇനി നമ്മൾക്ക് അടുത്തത് പറയാനുള്ളത്, നമ്മുടെ ഒരു പോയിന്റ് ഇപ്പോൾ വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റിന്റെ കോർഡിനേറ്റിന്റെ ഫോം എന്തായിരിക്കും? വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റിന്റെ കോർഡിനേറ്റിന്റെ ഫോം എന്തായിരിക്കും? അതായത് വൈ ആക്സിസിൽ ഒരു പോയിന്റ് കിടക്കുക, വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? അത് 0 വൈ 0 ഫോം ആയിരിക്കും. കാരണം എന്താ? എക്സ് ആക്സിസിൽ മുന്നോട്ട് വരാൻ മൂവ്മെന്റ് ഇല്ല, സൈഡിലേക്കുള്ള മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ, അപ്പിലേക്ക് മൂവ്മെന്റ് വരുന്നില്ല. അപ്പം സൈഡിലേക്കുള്ള വൈ മാത്രമേ അവിടെ ഉള്ളൂ. എക്സ് ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് ആണെങ്കിലോ മുന്നോട്ട് വരും, പക്ഷെ സൈഡിലേക്കും ഇല്ല മേളിലേക്കും ഇല്ല. അപ്പൊ എക്സ് ഉണ്ട്, 0 0 ഉണ്ട്. ഇസഡ് ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് ആണെങ്കിലോ 0 0, ഇസഡിൽ മാത്രമേ ഇതുണ്ടായിരിക്കുള്ളൂ, വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 0 0 2 ഏത് ആക്സിസിൽ കിടക്കുന്നതാ? ഇവിടെ ഇസഡാ, ഇസഡിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പൊ ഇത് ഏത് ആക്സിസിലാണ് കിടക്കുന്നത്? ഇസഡ് ആക്സിസിലാണ് കിടക്കുന്നത്. ഇനി -2 0 0 ഇതെവിടെയാണ് കിടക്കുന്നത്? എക്സിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പൊ ഇത് ഏത് ആക്സിസിലാണ് കിടക്കുന്നത്? എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വൈ ആക്സിസിൽ കിടക്കുന്ന ഒരു പോയിന്റിന്റെ ഫോം എന്തായിരിക്കും? വൈയിൽ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, ബാക്കി രണ്ടും 0 ആയിരിക്കും. ഇനി ഉള്ള വാല്യൂ നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ആവാം. രണ്ടാമത്തത് പറയാനുള്ളത്, നമുക്ക് ഈ പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, പ്ലെയിൻസ്. ഈ എക്സ് വൈ പ്ലെയിൻ, ഈ നീല ഭിത്തിയിൽ ഒരു പോയിന്റ് എക്സ് സെഡ് പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ ഫോം എന്തായിരിക്കും? അപ്പം ഇവിടെയാണ് നമ്മുടെ എക്സ് സെഡ് പ്ലെയിൻ കിടക്കുന്നത്, ഇവിടെ നമ്മുടെ വൈ സെഡ് പ്ലെയിൻ, ഫ്ലോർ നമ്മുടെ എക്സ് വൈ പ്ലെയിൻ. അപ്പൊ എക്സ് സെഡ് പ്ലെയിനിൽ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ പ്രത്യേകത എക്സിലും വാല്യൂ കാണും, ഇസഡിലും വാല്യൂ കാണും, വൈയിൽ വാല്യൂ കാണില്ല. വൈ സെഡ് പ്ലെയിനിലാണെങ്കിലോ എക്സിൽ കാണില്ല, വൈയിലും ഇസഡിലും കാണും. എക്സ് സെഡ് പ്ലെയിനിലാണല്ലോ എക്സിൽ കാണും, വൈയിൽ കാണും, പക്ഷെ ഇസഡിൽ കാണില്ല. അപ്പം നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 2 3 0 ഏത് പ്ലെയിനിൽ കിടക്കുന്നതാ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പം എക്സ് വൈ പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്. സൈൻ ഒന്നും നോക്കണ്ട. അപ്പം ഈ രീതിയിലായിരിക്കും നമുക്ക് ഏത് പ്ലെയിനിലാണ് എന്നുള്ള കാര്യം പറയാൻ പറ്റുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ കാണിക്കാം. പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇനി 3 ഡയമെൻഷൻ്റെ അകത്ത് നമുക്ക് ആകെ ഒറ്റ ഫോർമുല പഠിക്കാനുള്ളൂ. 2 പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഡിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, x1 y1 z1 ഒരു പോയിന്റ്, x2 y2 z2 മറ്റൊരു പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് പിയുടെയും ക്യൂവിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് പി ക്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? √(x2 - x1) the whole square പ്ലസ് ഈ y2 - y1 the whole square പ്ലസ് ഇത് മൈനസ് z2 - z1 the whole square. റൂട്ടിൻ്റെ അകത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇവിടെ വന്നിട്ടുണ്ട്.
ഈ പ്രോബ്ലത്തിനകത്ത് ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് തന്നിരിക്കാം. ഈ സിസ്റ്റത്തിനകത്ത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ. അപ്പോൾ ഡിസ്റ്റൻസ് പി ക്യൂ എന്ന് പറയുമ്പോൾ പിയും ക്യൂവും ജോയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ പിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ക്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. പിയിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ പറ്റും? എക്സ് ആക്സിസിൽ 3 ഡിസ്റ്റൻസ് നടന്നു. അപ്പോൾ 3 പി എഴുതാൻ പോവാം. 3 എന്നിട്ട് എക്സ് ആക്സിസിൽ 3 നടന്നു. ഇങ്ങോട്ടേക്ക് എത്ര നടന്നു? ഇത് ഇത്ര 4. അപ്പോൾ എക്സ് ആക്സിസിലേക്ക് ഇങ്ങോട്ട് 4 നടന്നു. എന്നിട്ട് നമ്മൾ മേളിലേക്ക് എത്ര നടന്നു? മേളിലേക്ക് 5 നടന്നു. അത്ര നടന്നു. അപ്പം നമ്മൾ പിയിലെത്തി. അപ്പം ആദ്യം എക്സിൽ നോക്കുക, പിന്നെ വൈയിൽ നോക്കുക, പിന്നെ ഇസഡിൽ നോക്കുക. അതായത് ആദ്യം ഫ്രണ്ട് ടു ബാക്ക് നോക്കുക, സൈഡ് ടു സൈഡ് നോക്കുക, പിന്നെ അപ് ടു ഡൗൺ നോക്കുക. അങ്ങനെ പിയുടെ കോർഡിനേറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ക്യൂ എന്ന് പറയുന്നത് വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് ആണല്ലോ. വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ? വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് മാത്രം ഉണ്ടാവുള്ളൂ. വൈ കോർഡിനേറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? വൈ കോർഡിനേറ്റ് 4 ആണ് വന്നിരിക്കുന്നത്. ആ ആക്സിസിൽ ഏതാണോ വാല്യൂ കാണിക്കുന്നത് അത് അങ്ങോട്ട് എഴുതിയാൽ മതി. വൈ കോർഡിനേറ്റ് 4 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂയുടെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. എന്താ? റൂട്ട് ഓഫ് 0 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 4 the whole square plus 0 minus 5 the whole square. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 9 plus 0 plus 25 is equal to root 34 എന്ന് കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. പറയണേ. അടുത്തത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ് പി ആൻഡ് ക്യൂ ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3. അപ്പം പി ക്യൂ ജോയിൻ ചെയ്യുന്ന ലൈൻ ഇത് പി, ഇത് ക്യൂ. പിയും ക്യൂവും പിയുടെ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? 3, 4, 5. 3, 4, 5. ഇത് 0, 4, 0. ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ 2:3 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഏത് പോയിന്റ് വെച്ചാണ് ആ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. പിനെ ക്യൂവിനെയും ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ലൈൻ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആരാണ്? പിനെയും ക്യൂവിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആരാണ്? അപ്പോൾ സെക്ഷൻ ഫോർമുല കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു, ഇത് എം എൻ ആണെങ്കിൽ ഇത് x1 y1 z1, ഇത് x2 y2 z2 ആണെങ്കിൽ എന്താ വരുന്നത്? എം x2 2 × 0 ഫോർമുല എഴുതാം. എം x2 പ്ലസ് എൻ x1, ഇതും ഇതൂടെ മൾട്ടിപ്ലൈ ചെയ്യും. x2 എന്നും ഇതൂടെ മൾട്ടിപ്ലൈ ഡിവൈഡഡ് ബൈ ഈ റേഷ്യോസ് ആഡ് ചെയ്യും 2 + 3. അതുപോലെ എം y2 പ്ലസ് എൻ y1 ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. അതുപോലെ എം z2 പ്ലസ് എൻ z1 ബൈ എം പ്ലസ് എൻ. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ പോയിന്റ്സ് എക്സ് വൈ ഇസഡ് ആരാ? 2 × 0 പ്ലസ് 3 × 3. 3 × 3 ആരാ? 9 ഡിവൈഡഡ് ബൈ 2 + 3 5. അപ്പം നമ്മൾ ഈ എക്സുകൾ മാത്രമാണ് വരുന്നത് കേട്ടോ. ആദ്യത്തെ സെറ്റിൽ എമ്മും ഈ x1ഉം x2ഉം x2 ആണ് വെച്ചിട്ടാണ് ആദ്യത്തെ ഇക്വേഷൻ വരുന്നത്. അപ്പം 2 × 0 പ്ലസ് 3 × 3 ഡിവൈഡഡ് ബൈ 2 + 3. അടുത്തത് വരുന്നത് 2 × 4 8 പ്ലസ് 3 × 4 y കോർഡിനേറ്റ്സ് ആണ്. 3 × 4 12 ഡിവൈഡഡ് ബൈ 2 + 3 5. അടുത്തത് വരുന്നത് 2 × 0 പ്ലസ് 3 × 5 15 ഡിവൈഡഡ് ബൈ 2 + 3 is equal to 5. ഇങ്ങനെയാണ് നമ്മുടെ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ പോയിന്റ്സ് ആരാ? ഇത് 0 അപ്പോൾ പോയിന്റ്സ് 9/5, 8 + 12 20/5. 20/5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 വരും. 4 15/5 എന്ന് പറയുമ്പോൾ 15/5 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. 3. ഇതാണ് നമ്മുടെ പോയിന്റ്. അതായത് ഈ പോയിന്റ് ആരാ? 9/5, 4,